ഭൂപരിഷ്കരണം പല കുടുംബങ്ങളെയും തകർത്തെന്നും കേരളത്തിൽ കൃഷി ഇല്ലാതായി എന്നും ഭൂപരിഷ്കരണം മൂലം കൃഷിക്കുണ്ടായ തിരിച്ചടി അതിന് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തണമെന്നും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. അദ്ദേഹം ഒരു പ്രമുഖ പത്രത്തിൽ എഴുതിയൊരു ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ എഴുത്തുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തന്റെ മകൻ വലിയ കൃഷിക്കാരനും ജമ്മിയുമാകണമെന്ന് ആഗ്രഹിച്ച കളരിക്കൽ കൃഷ്ണൻ തങ്ങളുടെ മകനാണ് ഞാൻ. കായംകുളം രാജാവ് തങ്ങൾ സ്ഥാനം നൽകി ആദരിച്ച കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് പേരിനൊപ്പം തങ്ങൾ എന്ന് ചേർത്തിരിക്കുന്നത്. മരുമക്കത്തായ പ്രകാരം അമ്മ വീട്ടിൽ വളർന്ന എന്നെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അദ്ദേഹം നൽകിയ ഉപദേശവും കൃഷി ചെയ്ത് വലിയ ജമ്മി ആകണമെന്നായിരുന്നു. രാവിലെ വലിയൊരു പച്ചക്കറി പന്തലിന് കീഴിൽ കൊണ്ടു നിർത്തി കൃഷിയുടെ ബാലപാഠങ്ങൾ അച്ഛൻ പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു. കണ്ണെത്താ ദൂരത്ത് പടവലങ്ങയും മറ്റും തൂങ്ങിക്കിടക്കുന്ന ആ പന്തൽ കുട്ടിയായി എനിക്ക് കൗതുക കാഴ്ചയായിരുന്നു. ലോ ആംഗിൾ ദൃശ്യങ്ങളുടെ സാധ്യത ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ആ പന്തലിനടിയിൽ കിടന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. പന്തലിലെ വിളവ് കണ്ടു നിൽക്കുമ്പോഴാണ് കൃഷി ചെയ്ത് കാശുണ്ടാക്കാൻ അച്ഛൻ ഉപദേശിച്ചത്. ദുർഭാഗ്യവശാൽ ആ പന്തലിൽ നിന്ന് ഒരു പടവലങ്ങ പോലും വിളവെടുക്കാനായില്ല. അതിനു മുൻപേ അച്ഛൻ രോഗിയായി. പിറന്നത് ജന്മി കുടുംബത്തിലാണെങ്കിലും ജോലിക്കാർക്കൊപ്പം മണ്ണിലിറങ്ങി അധ്വാനിക്കാൻ അച്ഛന് ഇഷ്ടമായിരുന്നു. വീതം വെപ്പ് നടക്കാത്തതിനാൽ കുടുംബവക നെൽകൃഷിയൊന്നും അദ്ദേഹത്തിന് നോക്കി നടത്തേണ്ടി വന്നില്ല. അമ്മയുടെ വീട്ടിലും ഉണ്ടായിരുന്നു കൃഷി. 3000 പറ നെല്ല് പാട്ടം കിട്ടുന്ന നിലം അമ്മയുടെ തറവാട്ടിലുണ്ടായിരുന്നു. എന്നാൽ അവർ ഒരിക്കലും കൃഷി ചെയ്തിരുന്നില്ല. നിലം പാട്ട് കൃഷിക്ക് നൽകുകയായിരുന്നു. ചാക്കോ, ചാണ്ടി എന്നിങ്ങനെ 2 പേരാണ് സ്ഥിരമായി കൃഷി ചെയ്തിരുന്നത്. 150 വർഷമായി അവരുടെ കുടുംബമാണ് ഞങ്ങളുടെ നിലം കൃഷി ചെയ്തിരുന്നത്. അക്കാലത്ത് ക്രിസ്ത്യാനികൾ മിക്കവരും കഠിനാധ്വാനികളായ കർഷകരായിരുന്നു. അങ്ങനെയാണ് അവർ പുരോഗതി പ്രാപിച്ചതും. ഭൂപരിഷ്കരണം വന്നതോടെ ചിത്രം മാറി. തറവാട് വക നിലം ഞങ്ങൾക്ക് ഏറെക്കുറെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ശേഷിച്ചത് വീടിനോട് ചേർന്ന് ഇത്തിരി വിരിപ്പു സ്ഥലം മാത്രം. അത് കേസിൽപ്പെട്ട് നഷ്ടമായി. തറവാട് ഉൾപ്പെടെ ബാക്കിയുണ്ടായിരുന്ന വസ്തുക്കളും കാലക്രമത്തിൽ അന്യാധീനപ്പെട്ടു. ഇപ്പോൾ കേവലം 5 സെന്റ് സ്ഥലത്തിന്റെ ജന്മിയാണ് ഞാൻ. ഇങ്ങനെ പോകുന്നു ആ ലേഖനത്തിന്റെ ഗതി. അതിൽ അദ്ദേഹം പറയാതെ പറയുന്ന ചില രാഷ്ട്രീയമുണ്ട്. ഭൂപരിഷ്കരണം മൂലം യഥാർത്ഥ ജന്മിമാരിൽ നിന്നും യഥാർത്ഥ കർഷകരിലേക്ക് കൃഷിഭൂമി എത്തിയെങ്കിലും അവർ അത് നിലനിർത്തിയില്ല. പിന്നാലെ എത്തിയ ഗൾഫ് പണത്തിന് പിറകെ അവരും പോയി. തുടർച്ചയായ തൊഴിൽ സമരങ്ങളും കൂലി വർധനവും മൂലം ആദായം കുറഞ്ഞതാകാം ഇതിനൊരു കാരണം. കൃഷിഭൂമി തുണ്ടുകളായതോടെ ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ അവരും നിർബന്ധിതരായി. അതായത് ഭൂപരിഷ്കരണം നടത്തിയിട്ടും കൃഷി കേരളത്തിൽ വളർന്നില്ല. അതായത് ജന്മിത്വം മാറി യഥാർത്ഥ കർഷകരിലേക്ക് കൃഷിഭൂമി എത്തിയിട്ടും അത് കൃഷിക്ക് സഹായകരമായില്ല. ഭൂപരിഷ്കരണത്തിനെതിരെ വിമർശനമുയർത്തിയാണ് ശ്രീകുമാരൻ തമ്പി ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 3000 പറ നെല്ല് പാട്ടം കിട്ടുന്ന നിലം അമ്മയ്ക്കുണ്ടായിരുന്നു. അച്ഛൻ ജന്മിയായിരുന്നു. കൃഷി ചെയ്ത് ജന്മിയാകാനാണ് അച്ഛൻ ശ്രീകുമാരൻ തമ്പിയെ ഉപദേശിച്ചിരുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതോടെ ചിത്രം മാറി. തറവാട്ടുവക സ്ഥലം നഷ്ടമായി. തറവാട്ടുവകയിൽ ഉണ്ടായിരുന്ന അല്പം വിരിപ്പ് സ്ഥലം നഷ്ടമായി. തറവാട് ഉൾപ്പെടെ ബാക്കിയുണ്ടായിരുന്ന വസ്തുക്കളും അന്യാധീനമായി. അങ്ങനെ ശ്രീകുമാരൻ തമ്പി ഭൂപരിഷ്കരണത്തിന് ശേഷം വെറും 5 സെന്റ് സ്ഥലത്തിന്റെ ജമ്മിയായി മാറി. കേരളത്തിലെ ഭൂപരിഷ്കരണത്തിന്റെ ഗുണഭോക്താക്കളാകാൻ ഹിന്ദുക്കൾക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ്, അതിന്റെ വിളംബരം തന്നെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഈ വാക്കുകൾ. ഹിന്ദുവിന് മേൽക്കോമ ഉണ്ടായിരുന്ന പരമ്പരാഗത കാർഷിക മേഖല ഭൂപരിഷ്കരണത്തോടെ തകരുകയായിരുന്നു. തോട്ടവിള കൃഷി ചെയ്തിരുന്ന ഭൂമിയെ ഭൂപരിഷ്കരണത്തിന്റെ പരിധിയിൽ നിന്നും മാറ്റിയതോടെ ന്യൂനപക്ഷങ്ങൾക്ക് അത് ഗുണകരമായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.